രാഷ്ട്രീയത്തിൽ വിഷം തുപ്പി നടക്കുന്ന പരനാറിയായ PC ജോർജ് കേരളത്തിൽ വിഷം തുപ്പിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. PC ജോർജ് കേരളത്തിലെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നോക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ വർഗീയവാദികളും തീവ്രവാദികളുമാണ് എന്നും അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹരല്ല എന്നും അവരൊക്കെ പാകിസ്ഥാനിൽ പോകേണ്ടവരുമാണെന്നുള്ള ഒരു ഒരു തെണ്ടിപ്രയോഗം എന്ന് പറയാവുന്ന ഭാഷയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. PC ജോർജിനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം എന്ന രാഷ്ട്രീയ മാലിന്യം കേരളത്തിൽ തുപ്പിയിട്ടുള്ള വിഷങ്ങളുടെ അളവ് എത്രയാണെന്ന് അദ്ദേഹത്തെ ജനങ്ങൾ പുറത്താക്കിയിട്ടുള്ളതാണ്. ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി മുതൽ ഞങ്ങളുടെ പ്രതിനിധി ആവേണ്ടതില്ല എന്ന് പൂഞ്ഞാറിലെ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനുശേഷം അതിന്റെ ചുരുക്ക് മുഴുവൻ അദ്ദേഹം തീർത്തിട്ടുള്ളത് മുസ്ലിം സമുദായത്തിന് നേരെ വർഗീയ വിഷം തുപ്പിയാണ്. ഏതായാലും അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അവൻ വർഗീയവാദിയാണ്. വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരകളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നത്, എനിക്ക് ഒരു മടിയില്ലെന്ന് പറയും. മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നത്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങോട്ട് മുണ്ടെടുക്കുന്നത്? തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ടല്ലേ മുണ്ടെടുക്കുന്നത്, അതിനകത്തിലെ വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികേടും പറഞ്ഞ് നടക്കുക. നിങ്ങള് ഏറ്റവും വലിയ വർഗീയവാദ മുസ്ലിമാണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി. ഇന്ത്യ അല്ല അവന് വേണ്ടത്, പാകിസ്ഥാനാണ് വേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളി നടക്കുമ്പോ നമ്മുടെ ഇവിടെ കേരളത്തിലേക്ക് മുസ്ലിമാ ചാല് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ വിക്കറ്റ് നോക്കുമ്പോ കൈയടിക്ക തറാൻ പറഞ്ഞവന്മാര് അവൻ ഇന്ത്യക്കാരനാണോ? ഇന്ത്യയുടെ മനസാക്ഷി ഉണ്ടോ അവന്? ഇന്ത്യൻ പട്ടാളത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് പോകുമ്പോ കൈയടിച്ച് പാകിസ്ഥാൻ സിന്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. ഇത്രയും കാര്യങ്ങളാണ് PC ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളത്. ചാനല് നമുക്ക് കാണാവുന്നതാണ്. സംഘപരിവാറിന്റെ ആസ്ഥാന ചാനലായ ജനം TV ആണ്. അത് വർഗീയ വിഷം തുപ്പാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് സംശയം. ഇങ്ങനെ വിഷം തുപ്പുന്നത് ആനന്ദത്തോടെ ആഘോഷത്തോടെ കേൾക്കുകയാണ് അതിന്റെ അവതാരകനും ബാക്കിയുള്ള ആളുകളും ഒക്കെ. ഏതായാലും ഇത്തരം ഒരു കേരള രാഷ്ട്രീയത്തിലെ മാലിന്യത്തെ, കേരളത്തിൽ വലിച്ചെറിയപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട രാഷ്ട്രീയ മാലിന്യം വീണ്ടും മുസ്ലിം സമുദായത്തിന് നേരെ വിഷം തുപ്പുകയാണ്. ഈ വിഷം തുപ്പുന്നതല്ല പ്രശ്നം, ഈ വിഷം തുപ്പിയിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാതെ പറ്റിപ്പോയതാണ്. ഇത് ഇവരുടെ സ്ഥിരം ഏർപ്പാടാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ ഛർദ്ദിക്കുക, അത് എത്തേണ്ടതിടത്ത് എത്തിക്കുക, അതിനുശേഷം മാപ്പ് പറയുക എന്നുള്ള ഇവരുടെ പരമ്പരാഗത രീതി തന്നെയാണ് PC ജോർജും അവലംബിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ മതേതര സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ വിഷങ്ങളൊക്കെ ഇവിടെ തുപ്പി ഇത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗമടക്കം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും ഒരു കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമുണ്ട്, കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ ബാധ്യത എന്നുള്ളത് ഇത്തരം വിഷലിപ്തമായ വർഗീയമായ പ്രചരണങ്ങൾ നടക്കുമ്പോൾ, ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ പബ്ലിക്കിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഇത്രയും വലിയ വർഗീയത വിഷം തുപ്പിയ ആൾക്കെതിരെ ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ബാധ്യതയാണ്. പക്ഷെ ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെയും കേരളത്തിലെ ഭരണകൂടവും സർക്കാരും പോലീസും ഈ കാര്യത്തിൽ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അടക്കം SDPI അടക്കം ഈ സംഘടനകളടക്കം രേഖാമൂലമുള്ള പരാതികൾ സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു, അഥവാ പോലീസിന് സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്യാനോ
PC ജോർജ് എന്ന രാഷ്ട്രീയ മാലിന്യത്തെ വിഷം തുപ്പുന്ന വിഷജീവിയെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിന്റെ വിഷയങ്ങൾ വരുമ്പോൾ നിരന്തരമായി മുസ്ലിം സമുദായത്തിന് നേരെ വിഷലിപ്തമായ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, രാജ്യമെമ്പാടും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കേണ്ട ഭരണകൂടം, സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ്, ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടുത്തെ ഭരണഘടനാനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഭരണ സംവിധാനവും പോലീസും അടക്കം വിവേചനപരമായി പെരുമാറുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നുള്ളത് എന്ന് പറയേണ്ടി വരും. കാരണം മണിക്കൂറുകളായിട്ടും 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇത്തരം ഒരു വർഗീയ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തിയ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യത്തിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ അവർ ഈ ഒരു സമുദായത്തോട്, പ്രത്യേകിച്ചും കേരളത്തിലുള്ള പ്രബലമായ ഒരു സമുദായത്തോട്, കേരളത്തിന്റെ ജനസംഖ്യയിൽ 30% വരുന്ന ജനസംഖ്യകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സമുദായത്തോട് ചെയ്യുന്ന കുറ്റകരമായ ഒരു കാര്യമാണ് അതെന്ന് കൃത്യമായിട്ട് പറഞ്ഞേണ്ടി വരും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് കേരളത്തിന്റെ ഭരണകൂടം, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ്, മുസ്ലിം സമുദായത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരം വർഗീയ വിഷലിപ്തമായ പ്രചരണങ്ങളെയും ആക്രമണങ്ങളെയും ഒരു രീതിയിലും അത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഇവർക്ക് നിരന്തരമായി ഇത് പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാർ അല്ലെങ്കിൽ പോലീസ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ് എന്നാണ്. എന്ത് വർഗീയതയും എന്ത് വിഷലിപ്തമായ പ്രചരണങ്ങളും നടത്തിയിട്ട് അത് കേവലം ഒരു മാപ്പിന്റെ രൂപത്തിൽ പുറത്തു പറഞ്ഞുകൊണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പ്രവണത ഇനിയും തുടർന്നുകൂടാ. അതല്ലാതെ ചില ആളുകളുടെ കാര്യത്തിൽ അവർക്ക് മാനസിക രോഗിയാകുന്നു, ചില ആളുകളുടെ കാര്യത്തിൽ അവർ കള്ളിന്റെ പുറത്താണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഏത് അക്രമവും നടത്താനും അല്ലെങ്കിൽ ഏത് വിഷം തുപ്പാനും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്താനും ഒക്കെ ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ളത്, ഇത്തരം കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. PC ജോർജ് എന്ന കേരളത്തിലെ ജനസമൂഹം പുറന്തള്ളിയ രാഷ്ട്രീയ മാലിന്യത്തിനെതിരെ അല്ലെങ്കിൽ രാഷ്ട്രീയ നപുംസകത്തിനെതിരെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത്തരം പ്രവണതകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന, അതിന്റെ പേരിൽ ഒരു വിഭാഗത്തിന്റെ അടുത്തു നിന്ന് വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന PC ജോർജ് എന്ന രാഷ്ട്രീയ മാലിന്യത്തെ കേരളത്തിലെ ജനത പുറന്തള്ളിയതാണ്. ആ ഒരു രാഷ്ട്രീയ മാലിന്യത്തിനെതിരെയുള്ള പരാതിയിൽ നടപടിയെടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭരണഘടനാനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്ത അല്ലെങ്കിൽ അത്തരം ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട ഇവിടുത്തെ ഭരണകൂടം, ആഭ്യന്തര വകുപ്പ്, പോലീസ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഇതിൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി അത്യന്തികമായിട്ട് പറയാനുള്ളത്. മറ്റു ചിലത് പറയാനുള്ളത് മുസ്ലിം സമുദായത്തിനോടാണ്. ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ PC ജോർജ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. PC ജോർജ് തുടരുന്നതല്ല പ്രശ്നം, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാവാത്തതാണ് ഇതിന്റെ യഥാർത്ഥ കുഴപ്പം എന്നുള്ളത്. കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ നടപടി ഉണ്ടാവാതിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ മുഖ്യധാര സംഘടനകൾ അല്ലെങ്കിൽ മുഖ്യധാര പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മുഖ്യധാരയിലുള്ള നേതാക്കന്മാർ ഇവരൊക്കെ നിശബ്ദരായി ഇരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇത് തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കേരളത്തിലുള്ള ഏത് പരനാറികൾ എന്തും വിളിച്ചു പറയാനും എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനുള്ള ഒരു സമുദായമായി മാറുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു സമുദായ നേതൃത്വത്തിനോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ഇവരുടെ ഈ മുഖ്യധാരയുടെ നിശബ്ദതയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വർഗീയമായ വിഷലിപ്തമായ പ്രചരണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കാൻ ഈ ഒരു വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള ബലമേകുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ.